കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ഗാന്ധി ദർശൻ പ്രദർശനം ശ്രദ്ധേയമായി. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ചാണ് ഗാന്ധി ദർശൻ പ്രദർശനം സംഘടിപ്പിച്ചത്. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ദർശൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി ആഘോഷങ്ങളോട് അനുബന്ധിച്ചാണ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ച് ഗാന്ധി ദർശൻ പ്രദർശനം നടത്തിയത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ചർക്കയായിരുന്നു പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി, ഗാന്ധിജിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതഘട്ടങ്ങൾ കോർത്തിണക്കിയ ദൃശ്യ പ്രദർശനങ്ങൾ, അപൂർവ ചിത്രങ്ങൾ, രേഖകൾ തുടങ്ങിയവയും എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ ആമുഖത്തിൽ പറയുന്നുണ്ട് അല്ലേ, നോക്കിയേ, ആമുഖത്തിൽ പറയുന്നുണ്ട്, കണ്ടോ എന്താ, കണ്ടോ നമ്മുടെ ആമുഖം, ഭരണഘടനയുടെ ആമുഖം. നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതര സെക്കുലറായ രാജ്യം അല്ലേ, ആ രാജ്യമാണ് എന്ന് കൃത്യമായി പറയുന്നു. ഓരോ പേജും എഴുതിയിട്ടുള്ളത് കൃത്യമായി പ്രിന്റഡ് അല്ല, എല്ലാം കൈ കൊണ്ട് എഴുതിയതാണ്. ഒരു പേജ് ഒന്ന് മറിച്ച് നോക്കി, ഇങ്ങോട്ട് മറിച്ച് കണ്ടോ, ഇതെല്ലാം എഴുത്താണ്, കയ്യെഴുത്ത് പ്രതിയാണ്, ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയാണത്. അപ്പൊ ഇതിനകത്താണ് ഏറ്റവും അവസാനം ഭരണഘടനാ ശില്പി, ആരാ ഭരണഘടനാ ശില്പി? ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. അതാ നോക്കിയേ, ഡോക്ടർ BR അംബേദ്കർ. തൊട്ട് താഴെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആ തൊട്ട് താഴെ ഒരു പേരുണ്ട്, എന്താ പേര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള ആളുകളെല്ലാവരും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജനനം മുതൽ അന്ത്യം വരെയുള്ള മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ 150 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. NSSന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഗാന്ധി ദർശൻ. അതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. അതിനകത്ത് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തിരുന്നത് ഒരു ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഇന്നൊരു എക്സിബിഷനാണ്. ഇപ്പോൾ ഗാന്ധിജിയുടെ ജീവചരിത്രം എന്നതാണ്. നമ്മൾ ഗാന്ധിജിയുടെ ഏറ്റവും ചെറുപ്പകാലം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് എക്സിബിഷനിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഗാന്ധിജി ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തിയിരുന്നത് നൂൽ നൂൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾ പുറത്തുപോലും ഇറങ്ങാൻ അവർക്ക് വസ്ത്രങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർക്ക് ആ നൂല് നൂറ്റാണ്, അതിൽ നിന്ന് ചർക്കയിൽ നിന്ന് അങ്ങനെ ആ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള പ്രദർശനം കുട്ടികൾക്ക് ആ ചർക്കയിലൂടെ എങ്ങനെയാണ് നൂല് നിൽക്കുന്നത് എന്നുള്ള പ്രദർശനത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മളതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾ അതിനുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറേ വോളണ്ടിയേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ സെഷനിലേക്കും കുട്ടികൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിന് നമ്മളൊരു സാറിനെ നിയോഗിച്ചിട്ടുണ്ട്. സാറും അത് നല്ലതായി കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജാലിയൻവാല ബാഗ്, ദണ്ഡി യാത്ര, വട്ടമേശ സമ്മേളനം, ശ്രീനാരായണ ഗുരു സന്ദർശനം, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ചാർലി ചാപ്ലിൻ, മൗണ്ട് ബാറ്റൺ പ്രഭു, മുഹമ്മദ് അലി ജിന്ന, ജംനാലാൽ ബജാജ്, സരോജിനി നായിഡു, മഹാദേവ് ദേശായി തുടങ്ങിയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, കറാച്ചി കോൺഗ്രസ്, നവഖാലിയിലെ ശാന്തിദൂത് എന്നിവ നേർക്കാഴ്ചകളായി പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ ഗാന്ധിജി സന്ദർശനം നടത്തിയ കാലത്തുള്ള പന്മന ആശ്രമം, കൊല്ലം ഉളിയക്കോവിൽ സന്ദർശനം, മലബാർ ക്രിസ്ത്യൻ കോളേജിലെ സന്ദർശനം, ശിവഗിരി ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ച, വൈക്കം സത്യാഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. പരിശീലനം ലഭിച്ച NSS വോളണ്ടിയർമാർ പ്രദർശനത്തിന്റെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ പരിപാടിക്ക് വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ അറിയിച്ചു. MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് നയിച്ച ഗാന്ധിജിയുടെ ഫോട്ടോ പ്രദർശനമായിരുന്നു ഇവിടെ നടന്നത്. ഗാന്ധിജിയുടെ ജീവചരിത്രവും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഗാന്ധിജി പണ്ട് ഉപയോഗിച്ച ഓരോ സാധനങ്ങൾ എല്ലാം ഇവിടെ പ്രദർശിച്ചു. MSM സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ആയിരുന്നു നയിച്ചിരുന്നത്. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തി വരുന്ന ഈ ഗാന്ധിജി വാരാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ നടത്തി വരുന്ന ഈ എക്സിബിഷൻ പ്രോഗ്രാം, ഫോട്ടോ എക്സിബിഷൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ആ ചർക്കയിൽ നൂൽ നൂൽക്കുന്നതും അതിൻ്റെയൊക്കെയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കുട്ടികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. ഒരുപാട് അറിവുകൾ അവർക്ക് അതിൽ നിന്ന് നേടാൻ കഴിയും. ഫോട്ടോ എക്സിബിഷനിൽ കൂടെ ഗാന്ധിജിയെക്കുറിച്ച്, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ കുട്ടികൾക്ക് +1 ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ
അറിയാനുള്ള ഒരു അനുഭവം ഉണ്ടായി. ഇത് കണ്ടക്ട് ചെയ്ത NSSന്റെ കോർഡിനേറ്റർ ഫാത്തിമ ടീച്ചറിനും അതുപോലെ അതിന് ചുക്കാൻ പിടിച്ച രഞ്ജു ടീച്ചറിനും അതുപോലെ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പരിപാടികൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസകൾ അർപ്പിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ടി സിദ്ദിഖ്, കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ സുമൻജിത് മിഷ, NSS പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ എ, രഞ്ജു VR എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദർശനവും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചത്. ന്യൂസ് കായംകുളം.